നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് സാധിക്കും. നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ പഠിക്കാനും അതിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. മില്യൺ ഡോട്ട്സിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിലെ 11ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ചാർട്ട് പാറ്റേൺസിനെ പറ്റിയാണ്. ചാർട്ട് പാറ്റേൺസിൽ ഒരുപാട് റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാർട്ട് പാറ്റേൺസ് എന്താണെന്നുള്ള കാര്യം നമുക്കിന്ന് വിശദമായിട്ട് പഠിക്കാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോസും വിശദമായിട്ട് തന്നെ കാണുക. ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സീരീസാണ്. ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും മുടങ്ങാതെ തന്നെ കാണുക. അപ്പം നമ്മൾ പറഞ്ഞു ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ചാർട്ട് പാറ്റേൺസിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയോ എത്ര ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺസ് ആണ് മേജറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളത്? ആക്ച്വലി 2 ടൈപ്പ് ഓഫ് മേജർ ചാർട്ട് പാറ്റേൺസ് ആണുള്ളത്. ഒന്ന് കണ്ടിന്യൂവേഷൻ പാറ്റേണും ഒന്ന് റിവേഴ്സൽ പാറ്റേണും. അപ്പോൾ അതിലെ കണ്ടിന്യൂവേഷൻ പാറ്റേണിനെ കുറിച്ചാണ് ഇന്ന് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. സോ നമുക്ക് ചാർട്ടിലേക്ക് പോയിക്കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ കണ്ടിന്യൂവേഷൻ പാറ്റേണിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും കണ്ടിന്യൂവേഷൻ പാറ്റേൺ. അപ്പോൾ ട്രയാങ്കുലർ പാറ്റേൺ ആണ് കണ്ടിന്യൂവേഷൻ പാറ്റേണിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ഫ്ലാഗ് പാറ്റേൺസ് ഒക്കെ ഉണ്ട്. നമുക്ക് വരും വീഡിയോകളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇപ്പം നമുക്കിവിടെ ട്രയാങ്കുലർ പാറ്റേണിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇത് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ട്രയാങ്കുലർ പാറ്റേൺ ആണ്. എഗെയിൻ ഇത് പെന്നറ്റ് പാറ്റേൺ എന്ന് പറയും, അതല്ലെങ്കിൽ സിമ്മട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറയും. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് എടുക്കാമെന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ പല തവണകളായിട്ട് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരുന്നത് കാണാം അല്ലേ? അപ്പോൾ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ ഒരു മുകളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പല തവണകളിലായിട്ട് പോയി തട്ടി ഒരു റെസിസ്റ്റൻസ് എടുത്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പ്യുവർലി ദിസ് വൺ ഈസ് എ റെസിസ്റ്റൻസ് ലൈൻ. ഇതൊരു റെസിസ്റ്റൻസ് ലൈനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എഗൈൻ ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ടല്ലേ? നമുക്കറിയാം സപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു സപ്പോർട്ട് ലൈന് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണല്ലേ? അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ പല തവണ സപ്പോർട്ട് എടുത്ത് കയറി വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതൊരു ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് വരച്ചാൽ ഇതിനെ അല്ലേ അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ പാറ്റേൺ എന്ന് വിളിക്കുക? യെസ്, ഇതാണ് ട്രയാങ്കുലർ പാറ്റേൺ. അപ്പോൾ ഇവിടെ ഒരു ബിൽഡപ്പ് നടക്കുകയാണ്. ഇതൊരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ചാർട്ട് താഴെ നിന്ന് വന്ന് ഈ ഒരു ബിൽഡപ്പ് തന്നു. എഗെയിൻ ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യും. ആ ഒരു ബ്രേക്ക് ഔട്ടിൽ നമുക്കൊരു എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ആണ്. എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പല തവണകളായിട്ട് വന്ന് സപ്പോർട്ട് എടുത്തത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെയല്ലേ നമ്മൾ മുൻപ് ഉള്ള വീഡിയോകളിൽ സപ്പോർട്ട് ലൈനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സപ്പോർട്ടാണ്, പ്യുവർ ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. എഗൈൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിൽ പല തവണ വന്ന് ഇടിച്ച് താഴേക്ക് പോയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെയല്ലേ നമ്മളൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എന്ന് വിളിച്ചത്. സോ ഈ ഒരു സപ്പോർട്ടിനെ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിനെയും കൂടെ കണക്ട് ചെയ്ത് കിട്ടുന്ന ഈ ഒരു പാറ്റേണിനെയാണ് നമ്മൾ ഒരു ട്രയാങ്കുലർ പാറ്റേൺ, ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് വിളിക്കുക. ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ ആണ്. എഗൈൻ ഈ ഒരു ചാർട്ട് വന്നിരിക്കുന്നത് മുകളിൽ നിന്നാണ്. ഈ ഒരു ബിൽഡപ്പിന് ശേഷം ഇത് താഴേക്ക് ബ്രേക്ക് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂവേഷൻ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു എൻട്രി പോസിബിൾ ആണ്.
പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡിലേക്ക് സിമ്പിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച പ്രീവിയസ് വീഡിയോകളിൽ പഠിച്ച ഡാറ്റാസ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാൻഡിൽസിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളും ഒക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള അടിപൊളി ഒരു ട്രേഡിലേക്ക് ഇതുവഴി എൻട്രി ചെയ്യാൻ പറ്റും. എഗൈൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, സപ്പോർട്ടും റെസിസ്റ്റൻസും രണ്ടും ട്രെൻഡ് ലൈൻസ് ആണ്. വ്യത്യാസമൊന്നുമില്ല. എഗെയിൻ നമുക്കറിയാം ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും നമ്മൾ വരച്ച് പഠിച്ചിട്ടുള്ള ആളുകളാണ്. സോ നമുക്കറിയാം ഇത് ഒരു മീൻസ് ഇതൊരു റെസിസ്റ്റൻസ് ആണെന്നറിയാം, അതേപോലെ തന്നെ ഇതൊരു സപ്പോർട്ടാണെന്നുള്ള കാര്യവും നമുക്കറിയാം. സോ ഇത് രണ്ടും ട്രെൻഡ് ലൈൻ ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതിനെ അപേക്ഷിച്ച് ഇതിനുള്ളൂ. അപ്പോൾ ഇവിടെ സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് ഒരു പേര് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനെ നടുവെച്ച് മുറിക്കുകയാണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഹാഫ് ആയിരിക്കില്ലേ, രണ്ട് പകുതികളായിരിക്കില്ലേ നമുക്ക് കിട്ടുക. അതുകൊണ്ട് മാത്രമാണ് അതിനെ സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അഗൈൻ അതിനെ പെന്നറ്റ് പാറ്റേൺ എന്നും വിളിക്കാറുണ്ട്. ഇതിന് പെന്നറ്റ് പാറ്റേൺ എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതും ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. അപ്പോൾ താഴെ നിന്നാണ് വന്നത് എന്നുണ്ടെങ്കിൽ അഗൈൻ ഈ ഒരു ബിൽഡപ്പിന് ശേഷം മോസ്റ്റ് പ്രോബബിളി ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത. താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും പ്രോപ്പർ കൺഫർമേഷൻസിൻ്റെ ബേസിസിൽ നമുക്ക് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് ഈ ഒരു പാറ്റേൺസ് അല്ലെങ്കിൽ ട്രയാങ്കിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എവിടെയൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത്. അഗൈൻ നമുക്ക് എങ്ങനെയാണ് അവിടെ ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുക എന്നുള്ള കാര്യവും നമുക്ക് ചാർട്ട് കണ്ട് റിയൽ ടൈം ചാർട്ട് കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മുന്നിൽ സ്ക്രീനിൽ കാണാൻ പറ്റും പ്യുവറായിട്ടുള്ള ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ അല്ലേ ഇത്. നോക്ക്, ചാർട്ട് ഇവിടെ നിന്നും താഴേക്ക് വന്നു. എഗെയിൻ ഈ ഒരു പോയിന്റ്സിനെ കണക്ട് ചെയ്ത് നോക്ക്, ഇതിനെ കണക്ട് ചെയ്ത് വരച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. എഗെയിൻ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പല തവണ അവിടെ സപ്പോർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അഗൈൻ ഈ ഒരു ലൈൻ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ലൈക്ക് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിന് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും അതേപോലെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ സപ്പോർട്ടും കൂടെ ഉണ്ടാക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിനെ വൺസ് ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ അതൊരു ഹ്യൂജ് ബ്രേക്ക് ആയിരുന്നു. എത്ര വലിയ പ്രോഫിറ്റ് നമ്മളിവിടെ എൻട്രി ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻസിൽ ക്യാൻഡിൽസ് നമുക്കറിയാം എങ്ങനെയാണ് ക്യാൻഡിൽസ് എടുക്കേണ്ടതെന്നും നമുക്കറിയാം വോളിയം ആഡ് ചെയ്താൽ എങ്ങനെയാണ് ഒരു പ്രോപ്പർ ബ്രേക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുൻ വീഡിയോകൾ. അത് കാണാത്തവർ ദയവ് ചെയ്ത് മുൻ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഓരോ വോളിയം ഇൻഡിക്കേറ്റർ ആണെങ്കിലും ഇനിയിപ്പോൾ ക്യാൻഡിൽസ് നമ്മളോട് പറയുന്ന കഥ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന കൺഫർമേഷൻസിൻ്റെ ബേസിസിൽ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വലിയ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. സോ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഈ രീതിയിൽ നമ്മളെ സഹായിക്കും. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഓരോ വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ നമുക്ക് പൊതുവായിട്ട് വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഏത് ടൈം ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും യൂസ് ചെയ്യാം. ലൈക്ക് നമ്മൾ ലോങ് ടേമിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിം ഉപയോഗിക്കാൻ പറ്റും. 1 മണിക്കൂറോ 3 മണിക്കൂറോ അങ്ങനെ ഹയർ ടൈം ഫ്രെയിമോ വലിയ ടൈം ഫ്രെയിമുകൾ ഉപയോഗിക്കാൻ പറ്റും. ലോങ് ടേമിലേക്കൊക്കെയാണ് അല്ലെങ്കിൽ സ്വിങ്ങിനൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇനി അതേപോലെ തന്നെ സ്വിങ്ങിനാണെങ്കിൽ വേറെ ഇനിയിപ്പോൾ 30 മിനിറ്റ് 1 അവർ യൂസ് ചെയ്താലും കുഴപ്പങ്ങളൊന്നുമില്ല. കൂടുതൽ നീണ്ട സമയത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ ടൈം ഫ്രെയിമായ 1 ഡേ ചാർട്ടോ അല്ലെങ്കിൽ ലൈക്ക് 1 വീക്കോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ചാർട്ട് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് ഉപയോഗിക്കാം, 1 മിനിറ്റ് ഉപയോഗിക്കാം. അത് നമ്മൾ ഏത് ട്രേഡിലേക്കാണോ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് ട്രേഡിലാണോ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. നമുക്ക് അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോവാം. ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണുന്നത് സെയിം ടൈപ്പ് ഓഫ് ഒരു ട്രയാങ്കിൾ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളാണ്.
ആൻഡ് ഇവിടെ ഇതിനെ ബ്രേക്ക് ചെയ്താൽ നോക്കി ഇത്ര വരെ എത്ര പോയിൻറ്റ്സാണ് നോക്ക് 970 പോയിൻറ്റോ, അതായത് 971 മുതൽ 964 വരെ എത്ര പോയിൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിനെ മാത്രം ബേസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ട്രയാങ്കിൾ പാറ്റേൺസ് എവിടെ നോക്കുകയാണെങ്കിൽ അത് ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു ചാർട്ട് കാണുന്നുണ്ട്. ഈ ചാർട്ടിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് ഇവിടെ, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ തന്നെ കാണിക്കാം. ഇതാ ഇതൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് അല്ലേ, ഇതൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് അല്ലേ. എഗെയിൻ ഇവിടെ ഇതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ പെന്നറ്റ് പാറ്റേൺ അല്ലേ ഈ കിട്ടിയത്, അല്ലെങ്കിൽ ഒരു സിമ്മട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ അല്ലേ നമുക്കിവിടെ കിട്ടിയത്. നോക്ക് നിങ്ങൾ, ഈ ഒരു സിമ്മട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് എത്രത്തോളം വലുതാണെന്ന് നോക്ക്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യുമായിരുന്നെങ്കിലും എത്ര വലിയ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു പാറ്റേൺസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിലും ഒരുപാട് പ്രോഫിറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് സത്യം. ഒരു കാര്യം ഞാൻ പറയട്ടെ, വെറും ഒരു പാറ്റേണിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രോഫിറ്റബിൾ ആവില്ല. അതിൻ്റെ കൂടെ തന്നെ മൾട്ടിപ്പിൾ കൺഫോർമേഷൻസ് എടുക്കണം. നമ്മൾ തന്നെ കുറേ കൺഫോർമേഷൻസ് പറഞ്ഞിട്ടുണ്ട്, വോളിയം പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യാൻഡിൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള മൾട്ടിപ്പിളായിട്ടുള്ള കൺഫോർമേഷൻസിൻ്റെയും കൂടെ ബേസിസിൽ അതിൻ്റെ കൂടെ ഇതും കൂടെ ഒരു കൺസിഡറേഷൻ ആയി എടുത്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം കൂടെ നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇപ്പം കാണാൻ പറ്റുന്നത്, അതായത് റിയൽ ടൈം ആയിട്ടുള്ള ഗ്രാഫാണ്, ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്ത ഒരു ട്രയാങ്കിളാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ടാണ്. എത്ര തവണ ഈ ഒരു പോയിന്റ് ഈ ഒരു ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അഗൈൻ ഇതൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് കൂടെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് വരച്ചപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിനെ ബ്രേക്ക് ചെയ്യും. ഇത് റീസെൻ്റ് ആയിട്ട് ഇപ്പം നടന്ന ഒരു ട്രയാങ്കിളാണ്, ഇന്ന് ഫോം ചെയ്തൊരു ട്രയാങ്കിളാണ്. ഇത് ബ്രേക്ക് ചെയ്യും. ഏത് സൈഡിലേക്കായിരിക്കും ബ്രേക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് വിടുകയാണ്. സോ ഇങ്ങനെ ട്രയാങ്കിൾ പാറ്റേണിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രേഡ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു ട്രയാങ്കിൾ പാറ്റേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യം പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾ പ്രോഫിറ്റബിൾ ആവില്ല. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. നമ്മൾ നന്നായിട്ട് കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കി വിശദമായിട്ട് തന്നെ പഠിച്ച് മൾട്ടിപ്പിൾ കൺഫോർമേഷൻസും കൂടെ എടുത്ത് അങ്ങനെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവും. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ എവിടെയെങ്കിലും പഠിച്ചിട്ട് അതിനെ മാത്രം ബേസ് ചെയ്ത് ട്രേഡ് ചെയ്താൽ മേ ബി ലക്ക് ഉണ്ടെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവും, അല്ലെങ്കിൽ മേ ബി ലോസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് വേറെയും കുറേ കൺഫോർമേഷൻസ് ഉണ്ട്, അതും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേണിൽ വന്ന ട്രയാങ്കിൾ പാറ്റേൺസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ദെൻ കണ്ടിന്യൂവേഷൻ പാറ്റേൺസിൽ ഇനി നമുക്ക് പാറ്റേൺസ് പറയാനുണ്ട്, അത് വരും വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോയെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? ഞങ്ങളുണ്ട് കൂടെ.